നമുക്ക് കോഴിക്കോട് വരെ ഒന്ന് പോകണ്ടേ? അവിടെ റേഷൻ സംസ്ഥാനത്ത് ചില റേഷൻ വ്യാപാരികൾ ഇന്ന് സമരത്തിലാണ്. സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെ വേതന കുടിശ്ശിക കിട്ടിയില്ല, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടാണ് അവർ ഇത് നടത്തുന്നത്, സമരം നടത്തുന്നത്. സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെ വേതന കുടിശ്ശിക ഉടൻ നൽകണം എന്നടക്കം ആവശ്യപ്പെടുകയാണ് അവർ. ദീർഘനാളായി ഈ പറയുന്ന മേഖല അസ്വാരസ്യങ്ങളുണ്ട്. അത് ഈ കുടിശ്ശിക ബന്ധപ്പെട്ട് തന്നെയാണ്. ഏറ്റവും ഒടുവിൽ അവർ സമരത്തിലേക്ക് പോവുകയാണ്. സമീർ സി മുഹമ്മദ്. ഓക്കെ, സമീർ സി മുഹമ്മദാണ് ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. സമീർ, എത്രത്തോളം റേഷൻ വ്യാപാരികളുടെ സമരം ആ മേഖലയിലെ പൊതുവിതരണത്തെ ബാധിക്കും? എന്താണ് അവരുടെ കൃത്യമായ ആവശ്യം? സമീർ. ഗുഡ് മോർണിംഗ് ഹാഷ്മി, ക്രിസ്റ്റീന. തീർച്ചയായും അത് സാരമായി തന്നെ ബാധിക്കും. പ്രത്യേകിച്ചും ഒരു വലിയ വിഭാഗം തന്നെയാണ് ഇന്നത്തെ ഈ സൂചനാ സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. റേഷൻ കോർഡിനേഷൻ കമ്മിറ്റിയാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇന്ന് ഒരു സൂചനാ സമരം മാത്രമാണ്. അവർ വിവിധ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ സൂചനാ സമരം നടത്തുന്നത്, കടകൾ അടച്ചുകൊണ്ട് ഈ സമരം നടത്തുന്നത്. പ്രധാനമായും അവരുടെ 2 മാസത്തെ ശമ്പളം അവർക്ക് ലഭ്യമായിട്ടില്ല. സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെ ശമ്പളം അതിപ്പോഴും കുടിശ്ശികയായി നിലനിൽക്കുന്നു. അത് നൽകണം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ കോവിഡ് കാലത്ത് കിറ്റുകൾ വിതരണം ചെയ്തതിന് അവർക്ക് കമ്മീഷൻ പ്രഖ്യാപിച്ചിരുന്നു. അത് ഇതുവരെ പൂർണ്ണമായും ലഭ്യമായിട്ടില്ല. അത് ലഭ്യമാക്കണം എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഓണം ഉൾപ്പെടെയുള്ള ഉത്സവ സീസണുകളിൽ ഉത്സവ ഭത്ത പ്രഖ്യാപിച്ചിരുന്നു. അതും പൂർണ്ണമായും ലഭ്യമായിട്ടില്ല. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പൂർണ്ണമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് റേഷൻ കോർഡിനേഷൻ കമ്മിറ്റി ഇന്ന് ഈ കടകൾ അടച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായിട്ടുള്ള സൂചനാ സമരം നടത്തുന്നത്. ഇന്ന് 11 മണിയോടുകൂടെ താലൂക്ക് സപ്ലൈ ഓഫീസുകൾക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ പ്രകടനവും അവർ നടത്തുന്നുണ്ട്. ഈ സംഭവങ്ങൾക്കൊപ്പം തന്നെ മറ്റൊരു വിഭാഗം, അതായത് കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ഉണ്ട്. അവർ ഈ സമരത്തിൽ നിന്ന് പിന്നിട്ട് മാറി നിൽക്കുകയാണ്. ഈ സമരം കൊണ്ട് കാര്യമില്ല എന്നുള്ള നിലപാടാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. സർക്കാരുമായി സംസാരിക്കുകയും അതിന് പരിഹാരം കാണുകയാണ് വേണ്ടത്. കടകൾ അടച്ചുകൊണ്ടുള്ള സമരത്തിന് തങ്ങളില്ല എന്നുള്ള നിലപാടുമായി അവർ മുന്നോട്ട് പോകുന്നു. അതേസമയം തന്നെ റേഷൻ കോർഡിനേഷൻ കമ്മിറ്റി ഇതൊരു സൂചനാ സമരമായി കാണുന്നു. അപ്പോൾ തന്നെ ഈ വിഷയങ്ങൾക്കൊന്നും തന്നെ പരിഹാരം ഉണ്ടാകുന്നില്ല എങ്കിൽ സമരം വ്യാപിപ്പിക്കും. കടകൾ അടച്ചുകൊണ്ട്, റേഷൻ കടകൾ അടച്ചുകൊണ്ട് സമരം വ്യാപിക്കും. ഒപ്പം തന്നെ അത് അനിശ്ചിതകാലത്തേക്ക് നീട്ടും എന്നുള്ള കാര്യം കൂടി അവർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള ഈ സൂചനാ സമരമാണ് എങ്കിൽ കൂടി അത് സംസ്ഥാനത്തെ റേഷൻ കടകളെ സാരമായി അത് ബാധിക്കും, വിതരണത്തെ അത് ബാധിക്കുമെന്നതിൽ സംശയമില്ല. ക്രിസ്റ്റീന, ഹാഷ്മി. ശരി, സി മുഹമ്മദാണ് വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേർന്നത്. അപ്പോൾ റേഷൻ കടയിലെ ആ ഒരു വിതരണം മുടങ്ങുന്നത് സാധാരണക്കാരെ ബാധിക്കാതിരിക്കട്ടെ. അപ്പോൾ മംഗളവനത്തിൽ ഇറങ്ങാനായിട്ട് വന്ന ഒരു ചേച്ചി വഴി തെറ്റി നമ്മളെ അതെ നമ്മുടെ ഹാഷ്മിയെ കാണാൻ. താങ്ക് യു. ഞാൻ ഓട്ടോയ്ക്ക് വന്ന് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട്. തിരിച്ചു നടന്നു പോകും. ലാലി രാജീവ്. ചേച്ചി എവിടെയാ ജോലി ചെയ്യുന്നത്? ഞാൻ ഇപ്പൊ ഇല്ല, അമൃത ഹോസ്പിറ്റലിൽ മംഗളവനത്തോട് നടക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. അപ്പോഴാണ് നമ്മളെ കണ്ടത്. ടിവിയിൽ 6 മണിക്ക് വെച്ചപ്പം മറൈൻ ഡ്രൈവിൽ, അപ്പൊ ഇങ്ങോട്ട് ഓട്ടോയിൽ വന്നു. അപ്പോ ചേച്ചിയും കുടുംബവും മൊത്തം 24 കാണുന്നവരാണ്. അപ്പൊ സന്തോഷം, വളരെ സന്തോഷം. വീണ്ടും കാണുക. ചേച്ചിയുടെ കൂടെ ഓടുക ഒന്ന് വന്നിട്ട് രാഷ്ട്രീയ ബോധമുള്ള ഒരു കുട്ടിയാണെന്ന് തോന്നുന്നു. രാവിലെയുണ്ട്. അതിപ്പോ പറയണേ ഷാഫിക്ക് വെച്ചായിരുന്നു. ഇപ്പൊ ഒരു സംശയത്തിലേക്കാണ്. രാഹുൽ മാങ്കുട്ടൻ ജയിക്കാനാണ് സാധ്യത. കമ്മ്യൂണിസ്റ്റുകാരനാണ്. പക്ഷെ അവിടെ ജയിക്കുക കോൺഗ്രസ് ജയിക്കും. ആരാന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അല്ലേ? സന്തോഷം ചേച്ചി, സന്തോഷം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു രണ്ടുപേർക്കും. താങ്ക് യു. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇവിടെ APJ അബ്ദുൽ കലാം മാർഗിനകത്ത് ഇവിടെ ഒരു തൂണ്, ഒരു നല്ല രസമുള്ള ശില്പങ്ങൾ കൊത്തിവെച്ചൊരു തൂൺ കാണുന്നുണ്ട്. എന്തൊക്കെയോ കിളികളിലൊക്കെയാണ് അല്ലേ? കിളികളുണ്ട്. നമ്മുടെ ഗ്രഹങ്ങളാണ് ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ, ബുധൻ, ശുക്രൻ. ഞാൻ എന്റെ കോൺസെൻട്രേഷൻ ഇവിടെയാ. യുറാനസ് ഉണ്ട്, പൂക്കളുണ്ട്, കിളികളുണ്ട്. അവിടെ കിളി, അതൊക്കെ എന്താണ്, എന്തൊക്കെയോ സംഭവങ്ങളാണ് കേട്ടോ, വൻ സംഭവങ്ങളുണ്ട്. അതവിടെ പായ്ക്കപ്പലുണ്ട്, പായ്ക്കപ്പലുകളിൽ മീനുണ്ട്. അപ്പോൾ ഈ പറയുന്ന കൊച്ചിയൊക്കെ പ്രതിദാനം ചെയ്യുന്ന പലവിധ എന്താണ് ചിത്രങ്ങളാൽ അല്ലെങ്കിൽ ശില്പങ്ങളാൽ മനോഹരമാക്കിയിരിക്കുന്ന അത് കഥയിൽ ചോദ്യമില്ല.